കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സിഗ്നിഫിക്കൻസും നേച്ചറും സ്കോപ്പുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ടീച്ചിങ് ഫീൽഡിൽ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ആരെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അതായത് ഒരു ലേണിംഗ് സിറ്റുവേഷൻ, ടീച്ചർ, അങ്ങനെ എന്തുമാത്രം ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മൾ എന്തുകൊണ്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത് നമ്മൾ ടോപ്പിക്ക് നോക്കാൻ പോകുന്നത് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു മനുഷ്യൻ വളരുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം ഇതിനെ പറ്റി ഒരു കോൺട്രവേഴ്സി ഉണ്ട്. കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഡിബേറ്റിന്റെ ടോപ്പിക്കാണ്. എന്തിന്റെ ഇഫക്റ്റ് ആണ് ഇപ്പം നമ്മളായിരിക്കുന്നത്, ആരുടെ ഇഫക്റ്റ് കൊണ്ടാണ്? നേച്ചറിന്റെ ഇഫക്റ്റ് ആണോ, നർച്ചറിന്റെ ഇഫക്റ്റ് ആണോ? ഈ നേച്ചറിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, നേച്ചർ എന്ന് പറയുന്നത് അവർ മീൻ ചെയ്യുന്നത് ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അതായത് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ പൂർവീകരിൽ നിന്ന്, അതായത് നമ്മുടെ അച്ഛനും അമ്മ അല്ലെങ്കിൽ അവരുടെ മുന്നത്തെ ജനറേഷൻസ്, അവരിൽ നിന്നും നമുക്ക് കിട്ടിയതായിട്ടുള്ള ജീൻസ്, ജനറ്റിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ബയോളജിക്കലി നമ്മൾ ജനിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ജീൻസ് ആണ് നമ്മളുടെ ഉള്ളിൽ വരുന്നത്. ആ ജീൻസിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിഹേവിയറൽ ട്രേറ്റ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വാദമുണ്ട്. അതേപോലെ തന്നെ ദ ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളുടെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പം ഇതിൽ ഏതാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലാതെ എന്തുമാത്രമാണ് ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്നുള്ളതിൽ വലിയ ഡിബേറ്റ് നടന്നിരുന്നതാണ്, ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടന്നിരുന്നതാണ്. അപ്പം നേച്ചർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ നമുക്ക് നോക്കാം. നേച്ചർ ആൻഡ് നേച്ചർ ഹാവ് ലോങ് ബീൻ സെൻട്രൽ ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, നേച്ചർ ആൻഡ് നർച്ചർ രണ്ടും ഒരേപോലെ അല്ലെങ്കിൽ ഒരു കോംപ്ലെക്സ് വേയിൽ രണ്ടുപേരുടെയും ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. This discussion revolves around the relative contributions of genetic inheritance. Genetic inheritance പറഞ്ഞാൽ എന്താ, നമുക്ക് ജീൻസിലൂടെ കിട്ടുന്നത്, അതായത് നമ്മുടെ പേരന്റൽ ജീൻസിലൂടെ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ജനറ്റിക് ഇൻഹെറിറ്റൻസ്. ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതാണ് നമ്മുടെ ചുറ്റുപാടുകൾ, അതായത് നർച്ചർ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ടു ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ജനറ്റിക് ഇൻഹെറിറ്റൻസിന്റെയും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെയും ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ഡെവലപ്മെന്റിലും ഗ്രോത്തിലും എന്താണ് എന്നുള്ളതാണ്. സോ വൈൽ ഏർലി പെർസ്പെക്റ്റീവ്സ് ഓഫൺ എംഫസൈസ്ഡ് one over the other, contemporary views acknowledge the interplay between genetic and environmental influences. അതായത് ആദ്യത്തെ സ്റ്റഡീസ് എല്ലാം ഒന്നുകിൽ നേച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നർച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. അതായത് അവർ പറഞ്ഞിരുന്നത് ഇല്ല, എല്ലാ ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റ് ഫുള്ള് ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ദർ വെയർ എഡ്യൂക്കേഷണലിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞു അല്ല, അവരുടെ ചുറ്റുപാടുകളാണ് ഒരു മനുഷ്യനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇതെല്ലാം പണ്ട് കാലത്തെ ഡെഫിനിഷൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ അതിന്റെ ഇന്റർ റിലേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കിയത് ഇത് രണ്ടും ഒരുപോലെ അല്ലെങ്കിൽ ഒരു കോംപ്ലെക്സ് വേയിൽ നമ്മുടെ ബിഹേവിയറിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നേച്ചർ എന്ന് പറഞ്ഞ് ഹെറിഡിറ്ററി ആണെന്ന് പറഞ്ഞു. ഈ ഫിഗറിൽ നമുക്ക് കാണാം ഹെറിഡിറ്ററി എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ഫിസിക്കൽ ട്രേറ്റ്സ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ കാണാം, ഇച്ചിരി പൂച്ചക്കണ്ണ് പോലുള്ള കണ്ണുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും, വളരെ ക്യൂട്ടായിട്ട്. അപ്പൊ അവരുടെ പേരൻസിൽ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രേറ്റ് കാണും. അതാണ് നമുക്ക് കുഞ്ഞിനും വരുന്നത്. അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ളവര്, അല്ലെങ്കിൽ വെയിറ്റ്, ചിലർക്ക് എന്താ പറയാ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു നേച്ചർ ഉണ്ടാവും. കാരണം അവരുടെ ഫാമിലിയിൽ അങ്ങനെയാണ്, എല്ലാവർക്കും അത്യാവശ്യം വെയിറ്റ് ഉള്ള കുട്ടികൾ. അല്ലെങ്കിൽ സ്കിന്നിന്റെ കളർ, ചിലരുടെ മുടി, ചിലർക്ക് നല്ല ഫാമിലി ആയിട്ട് എല്ലാവർക്കും, അമ്മയ്ക്കും നല്ല മുടിയുണ്ട്, കുട്ടിക്കും നല്ല മുടിയുണ്ട്, അങ്ങനെ. എന്നാൽ മെന്റൽ ട്രേറ്റ്സും ഉണ്ട്. അതായത് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കളെ കണ്ടാൽ അവരും ഒരുവിധം തന്നെ നന്നായിട്ട് പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഒരുവിധം നന്നായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നവരായിരിക്കും. അപ്പം ഇതെന്താണ്, നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ട്രേറ്റ്സ് ആണ്. ഫിസിക്കൽ ആയിട്ടുള്ള ട്രേറ്റ്സും ഉണ്ട്, മെന്റൽ ആയിട്ടുള്ള ട്രേറ്റ്സും ഉണ്ട്. അപ്പം ഇത് നേച്ചർ ഹെറിഡിറ്ററി എന്ന് പറയുന്നത് നമുക്കത് രണ്ട് രീതിയിൽ വേണമെങ്കിൽ പറയാം. ഒന്ന് ജനറ്റിക് ഇൻഹെറിറ്റൻസ്, അതായത് ഡയറക്ട്ലി നമ്മൾക്ക് നമ്മുടെ പേരൻസിൽ നിന്ന് കിട്ടുന്നത്, ജീൻസിൽ കൂടെ കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ ഹൈറ്റ് ആയി, വെയിറ്റ് ആയി, അല്ലെങ്കിൽ കണ്ണിന്റെ കളറായി, സ്കിന്നിന്റെ
സ്കിന്നിന്റെ കളറായി ഇതെല്ലാം. അല്ലെങ്കിൽ ബയോളജിക്കൽ ഡിസ്പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഫാമിലി ട്രീന്ന് തന്നെ കിട്ടുന്നത്. ചിലർ നമ്മൾ പറയും അച്ഛനെ പോലെ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അമ്മായിയുടെ പോലെ ആയിരിക്കുന്നത്. അപ്പം അതൊരു ലോങ് ട്രീ ആണ്, നേരെ അച്ഛൻ അമ്മയിൽ നിന്നല്ല, പക്ഷേ ഒരു ലോങ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയും അവരുടെ ഫാമിലിയിലെ ടീച്ചേഴ്സാ, അതുകൊണ്ട് ആ കുട്ടിക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ അതൊരു സ്കില്ല് നമുക്ക് എന്താ പറയാ അത് തലമുറകളോളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കില്ല്. അപ്പം ഈ നേച്ചർ എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിൽ പറയാം. ജനറ്റിക് ഇൻഹെറിറ്റൻസും ഉണ്ട്, ബയോളജിക്കൽ പ്രീഡിസ്പൊസിഷൻസും ഉണ്ട്.